പശ്ചിമേഷ്യയിലെ സാഹചര്യം തന്നെയാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. ഇതിപ്പോൾ 6ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. സംഘർഷഭൂമിയായി തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യമായി പറയേണ്ടത്. പശ്ചിമേഷ്യ ഒരു സംഘർഷഭൂമിയിലൂടെ തന്നെ കടന്നു പോകുന്നു എന്നുള്ളതാണ്. ടെഹ്റാനിൽ തുടരെ സ്ഫോടനം ഉണ്ടാകുന്നു. ജനങ്ങൾ ഉടൻ ടെഹ്റാൻ വിടണമെന്ന് ഇറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നുണ്ട്. ഇറാന്റെ മിസൈൽ ആക്രമണം ഇസ്രായേൽ ചെറുത്തു തോൽപ്പിച്ചതായും റിപ്പോർട്ടുണ്ട്. അതേസമയം കീഴടങ്ങണമെന്ന ട്രംപിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയുമായി ആയത്തുള്ള ഖമനയി രംഗത്തെത്തി. ഇസ്രായേലിനോട് കരുണയുണ്ടാകില്ലെന്നും ഒന്നിനും വഴങ്ങില്ലെന്നും ഖമനയി വ്യക്തമാക്കിയിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചു എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. അൻസു എൽസ സന്തോഷ് നൽകും വിവരങ്ങൾ. ആദ്യം അൻസു, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ ഈ ആക്രമണം അതിങ്ങനെ രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇതിൽ ഈ ആയത്തുള്ള ഖമനയി അടക്കം ഇതിന്റെ പ്രതികരണം, അതായത് ട്രംപ് മുന്നറിയിപ്പിനുള്ള പ്രതികരണം കൂടി ഇതിനിടയിൽ വരുന്നു. കഴിഞ്ഞ മണിക്കൂറിലടക്കം അവിടെ സ്ഫോടനങ്ങൾ ഉണ്ടാകുന്നു, ആക്രമണങ്ങൾ ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ട് കൂടിയാണ് പുറത്തു വരുന്നത്, അല്ലേ? തീർച്ചയായും ശ്രുതി, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ഇസ്രായേലിലെ ടെലവീവിൽ നിന്ന് എല്ലാവരോടും ഒഴിഞ്ഞു പോകാൻ വീണ്ടും ആവശ്യപ്പെടുന്നു. വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ ടെലവീവിലേക്ക് അഴിച്ചുവിടും എന്ന തരത്തിലുള്ള ഒരു അറിയിപ്പ് വരുന്നു. ഇസ്രായേലും ടെഹ്റാനിലേക്ക് വലിയ രീതിയിലുള്ള ഒരു ആക്രമണങ്ങളാണ് കഴിഞ്ഞ ദിവസം നടത്തിയത്. സ്ഫോടനങ്ങളടക്കം നടന്നിരിക്കുന്നു. യുദ്ധകാല സൈനിക മേധാവി അലി ഷത്മാനി കൊല്ലപ്പെട്ടു എന്ന ഇസ്രായേൽ അവകാശപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇരു രാജ്യങ്ങളും ഹൈഫയിൽ നിന്നും ടെല്ലവീവിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കാൻ ഇറാൻ പറയുന്നു. അതേസമയം തന്നെ ടെഹ്റാനിൽ നിന്ന് മുഴുവൻ ആളുകളെയും ഇവാക്യുവേറ്റ് ചെയ്യണമെന്ന് ഇസ്രായേൽ പറയുകയും ചെയ്യുന്നു. ഇതിനിടയിൽ തന്നെ നമ്മൾ കേട്ടതാണ്, അമേരിക്കൻ പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ആയത്തുള്ള അലി ഖമനയെ വധിക്കണമെങ്കിൽ തങ്ങൾക്ക് സാധിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ഒപ്പം കീഴടങ്ങണം, ഇറാൻ പൂർണ്ണമായും കീഴടങ്ങണം എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവനയുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇറാനെതിരെ വലിയൊരു ട്രൂത്ത് സോഷ്യലിൽ നിരവധി പോസ്റ്റുകളാണ് ട്രംപ് പങ്കുവച്ചത്. എന്നാൽ ട്രംപിന് മറുപടിയുമായി ആയത്തുള്ള അലി ഖമനയി രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു. അതായത് ഇറാൻ ഒരിക്കലും കീഴടങ്ങില്ല, വഴങ്ങില്ല എന്ന് തന്നെ വ്യക്തമാക്കിക്കൊണ്ട് ആയത്തുള്ള ഖമനയി രംഗത്ത് വന്നിരിക്കുന്നു. സയനിസ്റ്റുകളോട്, അതായത് ഇസ്രായേലിനോട് യാതൊരു കരുണയും ഉണ്ടാകില്ല, വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടാൻ പോകുന്നു, വലിയ രീതിയിൽ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമൈനി വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അതായത് വി വിൽ ഷോ സയനിസ്റ്റ് നോ മേഴ്സി എന്നാണ് ആയത്തുള്ള അലി ഖമനയുടെ എക്സ് പോസ്റ്റുകളടക്കം പുറത്തു വന്നിരിക്കുന്നത്. ഇതിനിടയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിരിക്കുന്നു, അവർക്ക് ഇറാന്റെ വ്യോമപാതയ്ക്ക് മേൽ പൂർണ്ണമായുമുള്ള അമേരിക്കയുടെ അധീനതയിലാണ് എന്ന് പറയുന്നു. വേണമെന്ന് വിചാരിച്ചാൽ ഇവരെ കൊല്ലപ്പെടുത്താനുള്ള ഒരു ഇത് കയ്യിലുണ്ട് എന്ന് പറയുന്നു. മറ്റൊന്നുള്ളത്, ഇറാൻ ഇപ്പോൾ സൈബർ യുദ്ധത്തിലേക്ക് കൂടി ഇറാനും ഇസ്രയേലും കടക്കുന്നു എന്ന തരത്തിലുള്ളൊരു പ്രസ്താവന കൂടി ഇറാൻ റവല്യൂഷണറി ഗാർഡ്സിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുകയാണ്. അതായത് ബാങ്കുകളുടെ സെർവറുകൾ, അത്തരത്തിലുള്ള എല്ലാവിധ ബാങ്ക് ഇടപാടുകളും നിലച്ചുപോയിരിക്കുന്നു. വാട്സപ്പ് ഇത്തരത്തിൽ ഇറാൻ്റെ വിവരങ്ങൾ ഇസ്രായേലിന് കൈമാറുന്നു എന്നൊരു ആരോപണം കൂടി ഇറാൻ ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. വാട്സപ്പ് ഇതിനെ നിഷേധിച്ചുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു. എന്നാൽ ഇത്തരത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരോ അംഗരക്ഷകരോ ആരും തന്നെ ലാപ്ടോപ്പുകൾ, സ്വകാര്യ സ്മാർട്ട് ഫോണുകൾ ഒന്നും തന്നെ ഉപയോഗിക്കരുത് എന്നുള്ളൊരു നിർദ്ദേശം ഇറാനിൽ നൽകിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതേസമയം ഇസ്രായേലിനെതിരായ പോരാട്ടത്തിൽ ഇറാനെ പിന്തുണയ്ക്കുമെന്ന പ്രസ്താവനയുമായി യമനിലെ ഹൂത്തികൾ രംഗത്ത് വരികയും ചെയ്തിരിക്കുന്നു. UAEയും ഇത്തരത്തിൽ പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇറാനെ ആക്രമിച്ച ഇസ്രായേലിൻ്റെ വ്യോമത്താവളങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ഇറാൻ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്നത്. ഇസ്രായേലിലെ മൊസാദിൻ്റെ കേന്ദ്രങ്ങൾക്ക് നേരെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഇറാൻ വലിയ രീതിയിലുള്ള ആക്രമണം ടെല്ലവീവിലേക്ക് നടത്തുന്ന സാഹചര്യം ഉണ്ടായത്. നിരവധി ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. അതേസമയം ഇസ്രായേൽ ടെഹ്റാനിലേക്ക് നടത്തിയ ആക്രമണത്തിലും വലിയ രീതിയിലുള്ള ഒരു നാശനഷ്ടങ്ങൾ, ആളപായം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള വിവരങ്ങൾ കൂടി അവിടെ നിന്ന് വരുന്നുണ്ട്. ശ്രുതി, അൻസു, ഇതിലിപ്പോൾ ഇറാന്റെ ആകാശത്ത് പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണം എന്ന് ട്രംപ് പറയുന്നുണ്ട്. ഒപ്പം ഒരു കീഴടങ്ങണം എന്നൊരു നിർദ്ദേശം കൂടി, അതാണ് ആ ഒരു മുന്നറിയിപ്പാണ് ഇറാൻ ഈ ആയത്തുള്ള ഖമനയോട് ട്രംപ് പറയുകയും ചെയ്യുന്നു. അതിനുള്ളൊരു മറുപടിയാണെന്നുള്ളതാണ്. അപ്പോൾ കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നു എന്നാണോ മനസ്സിലാക്കുന്നത്? ഈ ട്രംപിന്റെ ഇടപെടൽ കൂടി വരുന്നതോടെ എങ്ങനെയാണ് ഇനിയുള്ള നീക്കങ്ങൾ, ഇതിനൊപ്പം തന്നെ ഈ ചർച്ചകളടക്കം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്? ശ്രുതി, അമേരിക്കൻ സെക്യൂരിറ്റി കൗൺസിലിൻ്റെ യോഗം ചേർന്നിരുന്നു. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് അടക്കമുള്ളവർ ട്രംപിനൊപ്പം ഇതിൽ പങ്കെടുത്തിരുന്നു. ഇത് പ്രകാരം JD വാൻസ് അടക്കം അറിയിച്ചിരിക്കുന്നത് ട്രംപ് ഇതിൽ കൂടുതൽ നടപടികളിലേക്ക് കടക്കും, ട്രംപ് ഇതിൽ കൂടുതൽ ഇടപെടും എന്നുള്ളതാണ്. ഇപ്പോൾ റോയിട്ടേഴ്സിലും അൽ ജസീറയും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം അമേരിക്ക കൂടുതൽ ഫൈറ്റർ ജെറ്റുകളെ ഈ മധ്യപൂർവ്വ പ്രദേശത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു. പ്രത്യേകിച്ച് ബ്രിട്ടൻ്റെ, ലണ്ടൻ്റെ ഒക്കെ പരിധിയിൽ ഉണ്ടായിരുന്ന ഫൈറ്റർ ജെറ്റുകളെയൊക്കെ അവിടേക്ക് നീക്കിയിരിക്കുന്നു. യുദ്ധക്കപ്പലുകൾ അടക്കം സന്നിഹിതരാണ് എന്നുള്ള ഒരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് ഇറാൻ്റെ വ്യോമപാത പൂർണ്ണമായും
അമേരിക്കൻ അധീനതയിലാണ്, എപ്പോൾ വേണമെങ്കിലും തനിക്ക് അങ്ങോട്ട് ആക്രമണം അഴിച്ചുവിടാൻ കഴിയുമെന്ന തരത്തിൽ ട്രംപിൻ്റെ ഭാഗത്തു നിന്നൊരു പ്രതികരണം ഉണ്ടാകുന്നത് തീർച്ചയായും കാര്യങ്ങൾ അമേരിക്കയുടെ ഒരു നിയന്ത്രണത്തിലേക്ക് കൂടി എത്തുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ്. ഇത്തരത്തിൽ വെടിനിർത്തൽ പൂർണ്ണമായും, അതായത് ഒരു ചെറിയ പരിഹാരമല്ല ആവശ്യപ്പെടുന്നത്, പൂർണ്ണമായും യുദ്ധം അവസാനിപ്പിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. പൂർണ്ണമായും ഇറാൻ കീഴടങ്ങണം എന്ന് പറയുന്നു. ഇറാൻ അതായത് ആയത്തുള്ള അലി ഖമനയിയെ വധിക്കണം എന്ന ഇസ്രായേലിൻ്റെ പ്ലാനിനെ വീറ്റോ ചെയ്തത് ട്രംപാണെന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ മനസ്സിലാക്കിയതാണ്. ഇത്തരത്തിൽ ട്രംപിൻ്റെ ഇടപെടലിലൂടെയാണ് ഇസ്രായേൽ ഈ ഒരു പദ്ധതി ഉപേക്ഷിക്കുന്നതെന്ന് പറയുന്നു. ആയത്തുള്ള അലി ഖമനയി ഒളിച്ചിരിക്കുന്ന ഇടം തങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും കീഴടങ്ങിയില്ല എന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കൊല്ലപ്പെട്ടേക്കാം എന്ന തരത്തിലൊരു ഭീഷണി കൂടിയാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനോടാണ് ആയത്തുള്ള അലി ഖമനയി തിരിച്ചടിച്ചിരിക്കുന്നത്. ഒരു തരത്തിലും വഴങ്ങില്ല, ഒരു തരത്തിലും ഇസ്രായേലിനോട് വഴങ്ങില്ല. സയനിസ്റ്റ് റെജീമിനെതിരെ ശക്തമായ ആക്രമണം അഴിച്ചുവിടും എന്ന് തന്നെയാണ് ഇറാനും അറിയിക്കുന്നത്. ശരി അൻസു, മറ്റൊന്ന്, ഇറാനിലുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ആദ്യ സംഘം ഇന്ന് ഇന്ത്യയിലെത്തും അല്ലേ? അപ്പോൾ എത്ര പേരുണ്ടാകും അതിൽ? 110 ഇന്ത്യൻ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സംഘം ഇന്ന് ഡൽഹിയിൽ എത്തിച്ചേരുമെന്നുള്ള വിവരമാണ് വരുന്നത്. ടെഹ്റാനിൽ നിന്ന് ഇവരെ കഴിഞ്ഞ ദിവസം സുരക്ഷിതമായി അർമേനിയ വഴി എത്തിച്ചിരുന്നു. അതായത് കാബോയിൽ എത്തിച്ചിട്ട് അവിടെ നിന്നാണ് കോമിൽ എത്തിച്ചതിന് ശേഷമാണ് ഇത്തരത്തിൽ അർമേനിയയിലേക്ക്, വ്യോമപാത എല്ലാം തന്നെ അടച്ചിരിക്കുന്നതിനാൽ വിമാനത്തിൽ വരികയൊന്നും സാധ്യമായിരുന്നില്ല. അസർബൈജാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റ് രാജ്യങ്ങളിലേക്ക് കടത്തിയതിന് ശേഷം മാത്രമേ എത്തിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. ഇത്തരത്തിൽ 110 ഇന്ത്യൻ മെഡിക്കൽ വിദ്യാർത്ഥികളെ ഇന്ന് ഡൽഹിയിൽ എത്തിക്കുമെന്നുള്ള വിവരമാണ് വരുന്നത്. ഒപ്പം ടെഹ്റാനിലുള്ള നിലവിൽ തുടരുന്നവരോട് ഏതാണ്ട് 1500-ലധികം ആളുകളുണ്ട്. ഇതിൽ നിരവധി ആളുകൾ ഇന്ത്യക്കാരാണ്, സ്റ്റുഡൻസ് ആയിട്ടുള്ളവരിൽ. ഇതിൽ കശ്മീരികളാണ് കൂടുതലും. സ്വന്തം നിലയ്ക്ക് കഴിയുമെങ്കിൽ ടെഹ്റാൻ വിടണം എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി അവർക്ക് നൽകിയിട്ടുണ്ട്. ബസ് മാർഗം മാത്രമേ ഇവർക്ക് അവിടെ നിന്ന് കടന്നു പോരാൻ സാധിക്കുകയുള്ളൂ. സുരക്ഷിതരായിരിക്കാനാണ് ഇന്ത്യൻ എംബസി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അൻസു, ഇതിനൊപ്പം മറ്റൊന്ന്, ഈ ഗാസയിൽ ആക്രമണങ്ങൾ തുടരുന്നു. ഇസ്രായേലിന്റെ ഷെല്ലാക്രമണമൊക്കെ നടക്കുന്നു. ഭക്ഷണം കാത്തു നിന്നവർക്ക് നേരെ അടക്കമുള്ള ഒരു ഷെല്ലാക്രമണം, അതിൽ 45ഓളം പേർ കൊല്ലപ്പെട്ടു എന്നുള്ള റിപ്പോർട്ട് കൂടി വരുന്നുണ്ടല്ലോ. എന്താണ് ഈ ഒരു ആക്രമണം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്, ഈ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കും എന്നുള്ളൊരു സൂചന കൂടി വരുന്നുണ്ടല്ലേ? തീർച്ചയായും ശ്രുതി, ഗാസയിൽ ഭക്ഷണം കാത്തുനിന്ന, ഭക്ഷണ ട്രക്കുകൾക്ക് മുമ്പിൽ ഭക്ഷണം കാത്തുനിന്നുള്ള ആളുകൾക്ക് നേരെ വലിയ രീതിയിലുള്ള ഷെല്ലാക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ. ഈ ഷെല്ലാക്രമണത്തിൽ ഏതാണ്ട് 45 പേർ കൊല്ലപ്പെട്ടു, നിരവധി ആളുകൾ പരിക്കേറ്റ് ഇസ്രായേൽ അവിടുത്തെ ഗാസയിലെ ആശുപത്രികളിലുണ്ട്. ഇവർക്ക് ഇനിയും മരണസംഖ്യ ഉയരുമെന്ന് പറയുന്നു. ഗുരുതരമായ പരിക്കാണ് എന്നാണ് ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയും ചെയ്യുന്നത്. മരണസംഖ്യ ഉയരുമെന്ന് പറയുന്നു. ഈ ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടരുന്നതിനിടയിൽ ഗാസ മുൻപിൽ കഴിഞ്ഞ ദിവസം മാത്രം 56 പേർക്കാണ് ജീവൻ നഷ്ടമായിരിക്കുന്നത്. ഇത്തരത്തിൽ ആശുപത്രി ഇസ്രായേൽ ആക്രമണത്തിൽ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എന്നാണ് ആശുപത്രി അധികൃതരും അറിയിച്ചിട്ടുള്ളത്. സ്ത്രീകളും കുട്ടികളും അടക്കം ഈ കൊല്ലപ്പെട്ടവരിലുണ്ട് എന്നുള്ളതുമാണ് മറ്റൊരു കാര്യം. ശ്രുതി, ഓക്കെ, വ്യക്തമാണ്. അൻസു എൽസ സന്തോഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും 6ാം ദിവസവും സംഘർഷഭൂമിയായി തന്നെ തുടരുകയാണ് പശ്ചിമേഷ്യ എന്നുള്ളതാണ്. കഴിഞ്ഞ മണിക്കൂറുകളിലടക്കം വീണ്ടും ആക്രമണ പരമ്പരകൾ നടക്കുന്നു എന്നുള്ളതാണ്. ടെഹ്റാനിലാണ് തുടരെ സ്ഫോടനം ഉണ്ടായതെന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരുന്നു. ഒപ്പം എടുത്തു പറയേണ്ട ഈ ഗാസയിലാണ് ഭക്ഷണം കാത്തുനിന്നവർക്ക് നേരെ 45ഓളം പേർക്കാണ് ജീവൻ നഷ്ടമായത് എന്നുകൂടിയുള്ള വിവരം വരുന്നത്.